നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓർമ്മകൾ പെയ്യുമ്പോൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. മൂവാറ്റുപുഴ രണ്ടർക്കര HMBEd ട്രെയിനിങ് കോളേജിലെ 1998-99 ബാച്ചിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. കോഴിക്കോട് ഫറൂഖ് കോളേജ് സമീപത്തുള്ള ARFലാണ് ഓർമ്മകൾ പെയ്യുമ്പോൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മകളുടെ ചെപ്പ് തുറന്നത്. കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ സമൂഹത്തിലെ അധ്യാപകർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പത്രപ്രവർത്തന മേഖല തുടങ്ങി വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു വരുന്നവരാണ്. കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള വിവിധ ജില്ലകളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിലെത്തിയത്. സംഗമത്തിൽ ഏകദേശം 40ഓളം പേരാണ് എത്തിച്ചേർന്നത്. എത്തിയവർ വിവിധ കലാപരിപാടികളും അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. ഡാൻസുമായിട്ടുള്ളത്. അപ്പോൾ ഒക്കെ നിങ്ങളെ വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇതൊരു കോഴ്സ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഇങ്ങനെ വീണ്ടും നമുക്ക് അവസാനിക്കലായി. പിന്നെ സ്ഥലം കടവത്തൂരാണ്. കടവത്തൂരെന്ന് പറയുമ്പോൾ തലശ്ശേരി പാനൂരിനടുത്താണ്. HMBEd കോളേജിൽ വന്നപ്പോൾ അവിടെ എല്ലാവരും ഡിഗ്രി BA കഴിഞ്ഞവരൊക്കെയാണല്ലോ പറഞ്ഞു. സാവിനൊന്ന് ഓർക്കുകയാണ്. സാവിന് വരെ 2 ദിവസം മുമ്പ് വരെ എല്ലാ കാര്യവും അപ്ഡേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും വിളിക്കായിരുന്നു. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയ ഒരാളായിരുന്നു സാവിൻ. പക്ഷെ പെട്ടെന്ന് അവന്റെ ഫാദറിന് ഒരു ഹോസ്പിറ്റൽ കേസുള്ളതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അത് ഭയങ്കര ഞാൻ വർക്ക് ചെയ്യുന്നത് തലശ്ശേരിയാണ്. ഒരു ഹസ്ബൻഡ് ഒരു മോന്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന മോന് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. 3rd ഇയർ എറണാകുളം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. എത്ര തന്നെ ഇനി നിഷ ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമ്മൾ കുട്ടികളോടൊക്കെ ചോദിക്കുന്നു, എനിക്ക് ഡൗട്ട്സ് ചോദിക്കില്ല. അതുപോലെ എന്തെങ്കിലും ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യാം. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ വിജയകൃഷ്ണൻ വന്നിരുന്നു. അപ്പോൾ വേറെ പരിചയപ്പെട്ടത് ഞാൻ പെരുമ്പാവൂരാണ് താമസം. പെരുമ്പാവൂരൊരു എയ്ഡഡ് സ്കൂളിൽ അതിൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം എന്താ പറയുക ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അന്ന് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് ICUവിൽ ഉള്ള സമയത്ത് ആ ദിവസം പറ്റിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീജേഷും വീട് സന്ദർശിക്കുകയും എൻ്റെ അമ്മയെ കാര്യമുണ്ട് അവരെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. അപ്പം അവനെ ഓർക്കാതെ ഈ ഒരു റീയൂണിയൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സംസാരിക്കുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ ബന്ധുക്കളെ കണ്ടിട്ട് ഞാൻ പോയി സംസാരിക്കാൻ കൂടെ വന്ന് നിങ്ങളോട് പഠിച്ചോളെന്ന് ചോദിക്കാൻ പാടില്ല. കാരണം എല്ലാവരും എനിക്കറിയാം. എല്ലാവരും ഇപ്പോൾ ശ്രീജേഷ് ഓരോരാൾ വരുമ്പോൾ എന്നോട് ചോദിക്കുന്നത് അവരെ പേര്
സന്തോഷമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷം മാത്രമാണ് ഉള്ളത്. ഏറ്റവും ആദ്യം ഇത് സംഘടിപ്പിച്ച കൃഷിയും അതുപോലെ ഒപ്പമുള്ള കൂട്ടുകാർക്ക് ഒരു നന്ദി പറയണം. 26 വർഷത്തിന് ശേഷം പലരെയും കാണാനായിട്ട് സാധിച്ചു. കാണുമ്പോൾ എല്ലാവരെയും നമുക്ക് തിരിച്ചറിയാനൊക്കെ സാധിക്കുന്നുണ്ട്. വലിയൊരു സന്തോഷം. നേരത്തെ പറഞ്ഞ ജീമോൻ കേക്കോസ് അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് അദ്ദേഹം വന്ന് സ്പോർട്സിൽ ഗ്രീൻ ഹൗസിന്റെ ക്യാപ്റ്റനായിരുന്നു. നമ്മുടെ സൂസൻ മിസ്സായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്ന ആളാണ് സൂസൻ മിസ്. നമ്മളിവിടെ പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ഞാൻ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ ദിനേശ്, എൻ്റെ ഭാര്യ ഹയർ സെക്കൻഡറി. കഴിഞ്ഞ 26 വർഷത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരെയും എടുത്തു പറയുകയാണെങ്കിൽ ഒരു 20 കിലോമീറ്റർ താഴെ, ഒരു 18 കിലോമീറ്റർ ഒക്കെ ആവുമ്പോൾ ഏകദേശം ദിനേശിൻ്റെ വീട്ടിലേക്ക്, ദിനേശിന് ഞാൻ അടുത്താണെങ്കിൽ പോലും ദിനേശിനെയും HM ട്രെയിനിങ് കോളേജിൽ വിട്ടതിന് ശേഷം ആദ്യം കണ്ടത് ഇന്ന് രാവിലെയാണ്. ഏതായാലും ഇതിന് കൂടാനുള്ള അവസരം ഒരുക്കിയ ഇതിൻ്റെ സംഘാടകരായ നേതൃത്വം നൽകിയ എല്ലാവർക്കും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അധ്യാപകർ എന്ന് പറയുന്ന കാര്യമില്ല, മേസിലാണ് പഠിച്ചിരുന്നത്. 3.5 വർഷമായിട്ടാണ്, 3.25 വർഷമായിട്ടുള്ള സർവീസിൽ കയറിയിട്ട്. അതുവരെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ടീച്ചിങ് ഒരു ഭ്രാന്ത്, ട്യൂഷൻ ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ആ ഭ്രാന്ത് നോക്കിയിട്ടാണ് BEd വന്ന് ചേർന്നത്. BEd നടത്തിലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോരും. കുറച്ച് പേര് ഞങ്ങൾ ഒരു ഗ്രൂപ്പിൽ ആയിട്ട് തന്നെ ഉണ്ട്. കുറച്ച് ഞങ്ങൾ വടകരക്കാര്, ലുലു, ശ്രീജ, അല്ലാതെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ എനിക്ക് പരിചയം. എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും ഓർമ്മ വന്നിട്ടുണ്ട്. പക്ഷെ കുറെ ആൾക്കാർക്ക് പേരൊക്കെ ഇപ്പോൾ ഓർത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ മാത്സിലാണ് ഞാൻ, അതേപോലെ മാത്സിൽ ഞാൻ, ജൂലി, മഞ്ജു, രാജേഷ്, പിന്നെ പിന്നെ ഷീർ, നിഷ, ഇന്ദു, ദീപ, അടുത്താണ് ചെയ്യാനായിട്ടത്. അതിൽ ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ താല്പര്യത്തോടെ വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ചെയ്യുന്ന ആൾക്കാരുടെ ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആരെയൊക്കെ പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ പേരെടുത്തെടുക്കാൻ പറ്റും, കണ്ടാൽ മനസ്സിലാവും എന്നുള്ളതാണ്. പക്ഷെ അന്ന് ചെന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് പേരെ അന്ന് പരിചയപ്പെടാനും പേര് ഓർത്തെടുക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ HM ട്രെയിനിങ് കോളേജും പിന്നെ പരിസരമൊക്കെ കണ്ടപ്പോൾ ഏതാനും കുറഞ്ഞ വർഷമായിട്ടുള്ള ഒന്ന് അറിയിക്കുന്ന ഒരു ഫീലാണ് വന്നിരുന്നത്. അതേ ഓരോ ഇടനാടുകളിലും നമ്മുടെ അവിടെ പഠിച്ചിരുന്ന ഓർമ്മകൾ കൈവക്കാൻ സാധിച്ചു. ഒത്തിരി സന്തോഷമായിരുന്നു. ഇനി PGക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ ആള് മോനാണ്, +2 ഇവിടെ ഞാൻ പിന്നെ കുറച്ച് കാലം അൺഎയ്ഡഡ് മേഖലയിലും പിന്നെ സെൻട്രൽ ഹയർ സെക്കൻഡറിയിലും വർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം കൂടി കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. ഇംഗ്ലീഷായിരുന്നു താമസിക്കുന്നത്. സ്വന്തം വീട് ബാലുശ്ശേരി. ഹസ്ബൻഡ് ഒരു ഇംഗ്ലീഷ് ഓപ്ഷനായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പറയുകയാണെങ്കിൽ 2006 പഠിച്ചിരുന്നു. ഹസ്ബൻഡ് മാഷായിരുന്നു. അപ്പോൾ 5 വർഷം ലീവ് എടുത്തിട്ടുണ്ട്. ശേഷം ശേഷമാണ് എന്നെ വീണ്ടും എല്ലാവരും കണ്ടുപിടിക്കുന്നത്. ഇതിനു മുമ്പ് 4 പ്രാവശ്യം വ്യക്തിഗത വെച്ചിരുന്നു. പ്രാവശ്യം മാത്രം വടകരയിൽ ഞങ്ങൾ ലേഡീസ് എല്ലാവരും ക്രാഫ്റ്റ് വില്ലേജിൽ എത്തിച്ചിരുന്നു. അന്ന് എനിക്ക് എല്ലാവരും, അതായത് ഞങ്ങൾ വടകര ടീം എപ്പോഴും
പഠിച്ചിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡും അതേ സ്കൂളിൽ തന്നെയാണ്. ഹസ്ബൻഡ് അമ്മയായിരുന്നു അവിടെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ആ സ്കൂളിലേക്ക് കയറി. പിന്നെ 2 കുട്ടികളാണ്. മൂത്താള് UK PG ചെയ്യുന്നു. 1.5 വർഷമായി UK പോയിട്ട്. രണ്ടാമത്താള് മോള് ബിടെക് കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മോൻ ബിടെക് 4th ഇയറിലേക്ക്. പിന്നെ ആദ്യമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരോടും നന്ദി പറയും. കാരണം നമ്മൾ ജീവിതത്തിലേക്കും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന കാലം കൂടിയായിരുന്നു BEd കാലഘട്ടം. അപ്പൊ ആ ഓർമ്മകളെ ഒന്നുകൂടി നമുക്ക് കൊണ്ടുവരാൻ ഈ മീറ്റിംഗ് സഹായിച്ചു. ആ കാലത്തേക്ക് എല്ലാവരും ഒരു ദിവസമെങ്കിലും പോയി. അതിൽ നിന്ന് മാറി ഒരു ട്രാക്ക് നോക്കി ഹിന്ദി ഓപ്റ്റ് ചെയ്തു. അപ്പോൾ HM ട്രെയിനിങ് കോളേജിൽ വന്നപ്പോൾ അവിടെ എല്ലാവരും ഡിഗ്രി BA കഴിഞ്ഞവരൊക്കെയാണെന്ന് പറഞ്ഞു. ടീച്ചർ അല്ലേ, അവരൊക്കെ അന്നേരം BA ഹിന്ദി കഴിഞ്ഞ കുറേ പേരുണ്ടായിരുന്നു. MA കഴിഞ്ഞ് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ ഹിസ്റ്ററി പഠിച്ച ഞാനിങ്ങനെ ഹിന്ദി പഠിക്കുന്നുള്ള വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആണ് വന്നത്. പോരാത്ത അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഒരു ഓപ്ഷൻ ടീച്ചർ ഉണ്ടായിരുന്നു, പ്രിയ മിസ്. വളരെ കടുപ്പമായിരുന്നു അന്നേരം. നല്ലൊരു പ്രിൻസിപ്പളിനെയും കിട്ടി. അത് ശിവശങ്കര സാർ ആയിരുന്നു. ഞാനും സമുദുമായിരുന്നു ആദ്യമായിട്ട് അവിടെ വന്ന 2 ആൾക്കാർ ഹോസ്റ്റല് അന്വേഷിച്ചു വന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ ഡിഗ്രി കഴിഞ്ഞാലും അന്നൊക്കെ ചിലപ്പോൾ കുട്ടികളെ പോലെ തന്നെയാണ്, അച്ഛന്മാർ തന്നെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ സമുദ്രൻ്റെ ഫാദർ ആദ്യം വന്ന് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. രണ്ടാമത് വന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങളിവിടെ ഒരു അടുത്തൊരു എത്തിംഖാന ഉണ്ടായിരുന്നു, അവിടെ ഓർഫനേജ്. അവിടെ നിങ്ങൾക്ക് തൽക്കാലം അവിടെ നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്. അപ്പോൾ ആരും വന്നിട്ടില്ല. അവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ സമുദ്രം ഇങ്ങനെ ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുന്നു. എന്നെ കണ്ടവിടെ ഭയങ്കര ഇതുപോലെ തന്നെ ഒരു വിഷയൊക്കെ ചെയ്ത് വായിക്കുന്നൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഒരു റിമോട്ട് പ്ലേസ്. ഇത് ആദ്യമായി നമ്മളന്ന് 2019 എനിക്ക് തോന്നുന്നത് ആന്റണിയുടെ വീട്ടിൽ നമ്മൾ കുറച്ച് പേര് 14 പേരോ 15 പേരോ കണ്ടായിരുന്നു അന്ന് ഒത്തുകൂടിയത്. അതിന് മുമ്പേ പല പ്രാവശ്യവും HM ട്രെയിനിങ് കോളേജിൽ നമ്മളെ താമസിച്ച ഹോസ്റ്റലും ഒക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ സന്തോഷമൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആ സന്ദർശനം നടന്നില്ല. അങ്ങനെയാണ് അന്ന് ആന്റണിയുടെ വീട്ടിൽ ഒത്തുകൂടുന്നത്. ആ പ്രളയമൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു, പിറ്റേ വർഷം. അന്ന് കുറേ പേരൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരു 13-14 പേരും കണ്ടായിരുന്നു അന്ന് വന്നിരുന്നത്. അതിനുശേഷം രണ്ടാമതൊരു സംഭവം നടത്തിയപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എനിക്ക് അങ്ങനെ ലീവ് കിട്ടാത്തൊരു വിഷയത്തിൽ അന്ന് പങ്കെടുക്കാൻ പറ്റിയിരുന്നു. പ്രൊവിൻസിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഫസ്റ്റ് സർവീസ് കിട്ടിയത്. അതിനുശേഷം കോഴിക്കോട് ജില്ലയിൽ LGS ആയിട്ട് സർവീസ് കിട്ടി 4 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് വയനാട് ജില്ലയിലേക്ക് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ പോയത്. പക്ഷെ 2016 ശേഷം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിമുക്തി എന്ന് പറയുന്ന ഒരു മിഷൻ രൂപീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ആ മേഖലയിലേക്ക് കയറുകയും അങ്ങനെ കഴിഞ്ഞ 6-7 വർഷക്കാലമായി നിങ്ങളുടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ നാട്ടിലങ്ങോട്ടുള്ള കോളേജുകളിലും സ്കൂളുകളിലും ക്ലാസ് എടുത്ത് നടക്കുന്ന ഒരു ഞാൻ വീഴ്ച കഴിഞ്ഞെങ്കിലും ഈ അധ്യാപന മേഖലയിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരു മേഖലയിലേക്കാണ് പോയത്. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സ്വന്തമായിട്ട് ബിസിനസ്സാണ്. എനിക്ക് 2 മക്കളാണ്. MBBS പഠിക്കുന്നത് 5 ഇയറാണ്. എൻ്റെ മോൻ 5 ഇയർ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് ആണ്. സ്കൂളാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളാണ്.
കോളേജിൽ വളരെ ആക്റ്റീവായ വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്നെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാമോ? എൻ്റെ പേര് മഞ്ജു. 2 കുട്ടികളാണുള്ളത്. ഞാൻ പരിചയപ്പെട്ടുള്ളൂ. പിന്നെ മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മകൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഞാൻ കോഴിക്കോടുകാരിയാണ്. അറിഞ്ഞില്ലല്ലോ. എല്ലാം കുറിക്ക് അല്ല അതിനൊന്നും കുഴപ്പമൊന്നുമില്ല.